ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ എക്സാമിനെ പറ്റി നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ പലരും അതിനു വേണ്ടി അപേക്ഷിച്ചവരുണ്ടായേക്കാം. അപ്പോൾ അപേക്ഷിക്കാത്തവർ ഉടൻ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് മാനദണ്ഡങ്ങളും മറ്റും കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, അതിനു വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഡേറ്റ് വളരെ ചുരുക്കം മാത്രമാണ്. അതുകൊണ്ട് ആ ഡേറ്റിന് മുന്നേ തന്നെ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷകൾ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് അല്ലേ. സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വേറൊരു ടോപ്പിക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലാതെ വേറൊരു ടോപ്പിക്ക് നമുക്കറിയാം. ടോപ്പിക്കിനെ പറ്റിയൊക്കെ നമ്മൾ എന്താണ് വിവരിച്ചതാണല്ലേ. അപ്പോൾ അതിൽ വിഭിന്നമായ എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്തതായ ചെറിയ ഏരിയാസ് ഉണ്ട് അല്ലേ, കുറച്ച് ടഫായിട്ടുള്ള ഏരിയാസ്. സോ അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ വീഡിയോയിലായിട്ട് നമുക്ക് പറയാം. സോ അത്തരത്തിലൊരു ടോപ്പിക്ക് പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എടുക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഇത്രയധികം പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയധികം പുറകിൽ എഴുതി വെച്ചുകൊണ്ട് തന്നെ എന്തിനെ പറ്റിയാണ് എടുക്കുന്നത് നമുക്ക് സംശയമാണ്. കാരണം ഇത് മൊത്തമായിട്ട് വായിച്ചു നോക്കാത്ത കൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം തന്നെ പറയാം, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് പുരാണങ്ങളെ പറ്റിയാണ്. പുരാണങ്ങൾ എന്താണ്? പുരാണങ്ങൾ എത്ര തരത്തിലുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അവസാനം എത്രയാണോ പുരാണങ്ങളുള്ളത് ആ പുരാണത്തിൻ്റെ എണ്ണം, അതായത് ആ പുരാണത്തിൻ്റെ എണ്ണവും അതിൻ്റെ പേരും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ചെറിയൊരു സൂത്രവാക്യം കൂടി അവസാനം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും നമ്മൾ ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്താണ് പുരാണം. നമുക്കറിയാം ഒരുപാട് പുരാണങ്ങൾ നമ്മുടെ ഹൈന്ദവ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് നമ്മൾക്കിടയിൽ പ്രചാരത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കാം പുരാണങ്ങൾ വന്നിരിക്കുന്നത്, അതിൻ്റെ ഭാഷകൾ എന്തായിരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് പുരാണങ്ങൾ എന്നുള്ളത്. നോക്കൂ, ആധ്യാത്മികവും ധാർമ്മികപരവുമായ തത്വങ്ങൾ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനും ഉപാസനാ മാർഗം സ്വീകരിക്കുന്നതിനും വേണ്ടി കഥാരൂപത്തിൽ വിവരിക്കുന്നതാണ് പുരാണങ്ങൾ. അപ്പോൾ എന്താണ് പുരാണങ്ങൾ എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് പുരാണങ്ങൾ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആൻസർ കിട്ടി. എന്താണ് പുരാണങ്ങൾ ഉള്ളത് നോക്കൂ. നമുക്കറിയാം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പുരാണങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് അല്ലേ. സംസ്കൃത ഭാഷയിലാണ് ഇത്തരത്തിൽ പുരാണങ്ങളുടെ രചനയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ സംസ്കൃത ഭാഷയിലുള്ള പുരാണങ്ങളുടെ രചന കൂടാതെ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തത്വങ്ങൾ, അതിൻ്റെ അന്തസത്തമായ തത്വങ്ങൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണോ ഇത്തരത്തിൽ എഴുതിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ നമുക്കവിടെ പ്രദർശിപ്പിക്കുന്നതിനാണ് അവിടെ എന്ത് പറയുന്നത്, പുരാണങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, അതാണ് അവിടെ ചോദിച്ചത്. അത് എന്ത് തരത്തിലുള്ള തത്വങ്ങൾ, നമ്മൾ തത്വങ്ങളെ പറ്റി പറഞ്ഞു, പക്ഷെ ഇവിടെ രണ്ട് തത്വങ്ങളുണ്ട്, ആധ്യാത്മികമായ തത്വവും അതേപോലെ ധാർമ്മികമായ തത്വവും. ഇത്തരത്തിൽ ആധ്യാത്മികമായ തത്വവും അതേപോലെ ധാർമ്മികമായ തത്വവും സാധാരണക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, മനസ്സിലാവാൻ വേണ്ടി കഥാരൂപത്തിൽ നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നതിനാണ് നമ്മൾ എന്ത് പറയാം, പുരാണങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഈ പുരാണങ്ങളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ നമുക്ക് നോക്കണ്ടേ. എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പുരാണങ്ങൾ നോക്കാം. ദൈവിക കഥകളും ചരിതങ്ങളും മാത്രമല്ല, അനേകം രാജവംശങ്ങളുടെ ചരിത്രം, മന്വന്തരങ്ങളുടെ വർണ്ണന, ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങൾ, ദേശീയവും പ്രാദേശികവുമായ വിഷയങ്ങളും പുരാണങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇപ്പം രണ്ടാമത്തെ പോയിന്റ് ഇവിടെ കിട്ടി. ഇവിടെ നമുക്ക് ആദ്യത്തെ പോയിന്റ് കിട്ടി, എന്താണ് പുരാണങ്ങൾ എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി പുരാണങ്ങളിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നുള്ള പോയിന്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് കിട്ടി, എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ കഥകൾ എന്ന് പറയുന്ന സമയത്ത് ദൈവികമായ കഥകൾ മാത്രമല്ല, ദൈവികമായ കഥകൾ ഉണ്ടെങ്കിൽ കൂടി അത് മാത്രമല്ലാതെ എന്തുണ്ട്, അനേകം രാജവംശങ്ങളുടെ, നമുക്കറിയാം നമ്മൾക്ക് മുകളിലായിട്ട്, അതായത് നമ്മളെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വരുന്നതിന് മുമ്പ് ഹിസ്റ്ററി പഠിച്ച ആൾക്കാർക്ക് അറിയാം, അതിനു മുന്നേ ഒരുപാട് രാജവംശങ്ങൾ നമ്മളെ ഭാരതത്തെ ഭരിച്ചിട്ടുണ്ട് അല്ലേ. മുഗൾ രാജവംശമായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് രാജവംശങ്ങൾ. അതേപോലെ തന്നെ അത്തരത്തിൽ രാജവംശങ്ങളുടെ കഥകൾ ഇവിടെ പറയുന്നുണ്ട്. മന്വന്തര വർണ്ണനങ്ങൾ, അതേപോലെ ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങൾ, നമ്മളെ ലോകത്തെ ഒന്നാലുള്ള ഭൂമിശാസ്ത്രപരമായ പല വിവരണങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട്. കൂടാതെ ദേശീയവും പ്രാദേശികമായ വിഷയങ്ങളും അവിടെ പുരാണങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെറും ദൈവികമായ കഥകളും ചരിത്രങ്ങളും മാത്രമല്ല, മറ്റുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി ഇത്തരത്തിലെ പുരാണങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, രചനാ വ്യത്യാസം, വിവരണ വ്യത്യാസം, വീക്ഷണ വ്യത്യാസം,
ആരാധനാ മനോഭാവം എന്നീ കാരണങ്ങളാൽ ഒരേ കഥ തന്നെ വിവിധ പുരാണങ്ങളിൽ ചെറിയ ഭേദഗതികളോടെ വിവരിക്കുന്നുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം ഇവിടെ ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ട കാര്യം, ഈ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞുകൊണ്ട കാര്യം രചനകളുടെ വ്യത്യാസങ്ങൾ, അതായത് നമ്മൾ എഴുത്തുകാരുമായിട്ടുള്ള രചനാ വ്യത്യാസങ്ങൾ നമുക്കറിയാം പല പുസ്തകത്തിലും പല രീതിയിലായിരിക്കും അല്ലേ. അതായത് പ്രാദേശികമായ കഥകളൊക്കെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ പല എഴുത്തുകാരും ആ നാടിൻ്റെ ഭാഷ അതിൽ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഗുരുവായൂർ ഉള്ള ഒരാൾ, ആ ഗുരുവായൂരുള്ള ഒരാളുടെ ഭാഷാശൈലി ആ കഥകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടുത്തെ ശൈലി ആയിരിക്കും കൊണ്ടുവരാം അല്ലേ. കണ്ണൂരുള്ള ആൾക്കാരാണ് അവിടുത്തെ ശൈലി കൊണ്ടുവരും. അത് ആ എഴുത്തുകാരനുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള ശൈലി വരിക, കൂടാതെ ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള ശൈലി വരിക അല്ലേ. സോ അതേപോലെ തന്നെ ഇവിടെ രചനാ വ്യത്യാസം, വിവരണത്തിലുള്ള വ്യത്യാസങ്ങൾ, അതേപോലെ വീക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ, ആരാധനകളുടെ മനോഭാവങ്ങൾ അല്ലേ. നമുക്കറിയാം നമ്മളെ കേരളത്തിൽ നിന്ന് എടുത്തു നോക്കിയാൽ ഓരോരോ സ്ഥലത്തും വ്യത്യസ്ത രീതിയിലുള്ള ആരാധനകൾ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ മലബാർ ഏരിയയിലോട്ട് പോകുമ്പോൾ തെയ്യം അല്ലെങ്കിൽ തിറ എന്ന രീതിയിൽ നടക്കുന്നുണ്ട്. മറ്റ് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വേലകൾ നടക്കുന്നുണ്ട് അല്ലേ. തൃശ്ശൂർ ഏരിയയിലേക്ക് നടക്കുമ്പോൾ ഒരുപാട് പൂരങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തിന്റെ അങ്ങേയറ്റത്തേക്ക് തെക്കേ അറ്റത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ഉത്സവങ്ങൾ മറ്റും നടക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് ആരാധനാ സമ്പ്രദായങ്ങൾ മാറി വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള 4 കാര്യങ്ങളെ കൊണ്ട് തന്നെ വിവിധ പുരാണങ്ങളിൽ ചെറിയ ഭേദഗതികളോടെ ആയിരിക്കാം പലതും വിവരിക്കുന്നത് എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് എത്ര കിട്ടി? 3ഓളം പോയിന്റുകൾ നമുക്ക് കിട്ടി. വലിയ പോയിന്റുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തിലേക്ക് പോകാം നമുക്ക്. അടുത്തത് എങ്ങനെയാണ് ഈ പുരാണങ്ങളുടെ രചനകൾ, ആ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഏതാണ്ട് എല്ലാ പുരാണങ്ങളും ഉത്തര ഭാരതത്തിലെ നൈമിഷാരണ്യം എന്ന പുണ്യക്ഷേത്രത്തിൽ വെച്ച് സൂത ശൗനകാദി ഋഷിവര്യന്മാർ വിവരിക്കുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടി എങ്ങനെയാണ് ഈ പുരാണങ്ങളുടെ രചനയിലേക്ക് വരുന്നത്. പുരാണങ്ങൾ കൂടുതലും സംവാദ രൂപത്തിലാണ്, അതായത് 2 പേര് തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് കൂടുതൽ പുരാണങ്ങളും നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ എടുത്തുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും മിക്ക പുരാണങ്ങളും നമ്മൾ രചിച്ചു എന്ന് പറയുന്നത് അവിടെ ഉത്തര ഭാരതത്തിലെ നൈമിഷാരണ്യം എന്ന ഒരു ക്ഷേത്രത്തിൽ വെച്ച് സൂത ശൗനകാദി ഋഷിവര്യന്മാർ വിവരിക്കുന്ന രൂപത്തിലാണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്, അവിടെ പുരാണങ്ങളുടെ രചന, മിക്ക പുരാണങ്ങളുടെയും രചന അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. അത് ഓരോ പുരാണങ്ങളും വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. ഓരോ പുരാണങ്ങളും ആ പുരാണങ്ങളിൽ ആ പുരാണമായി പ്രതിപാദിക്കുന്ന രീതിയിൽ നമുക്ക് വ്യത്യസ്തമായ പേരുകൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. മത്സ്യരൂപിയായ മഹാവിഷ്ണുവിനെ വിവരിക്കുന്ന പുരാണം നമുക്ക് മത്സ്യപുരാണം എന്ന പേരിൽ. ഇനി വരാഹമൂർത്തി വിവരിക്കുന്നത് വരാഹപുരാണമായിട്ട്. ഇനി നാരദൻ വിവരിച്ചത് നാരദ പുരാണമായിട്ട് തീരും. അങ്ങനെ ഓരോരോ പുരാണവും ആ പുരാണത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരുകൾ എന്ത് ചെയ്യുന്നു, അവിടെ മുന്നോട്ട് പോകുന്നു. നോക്കാം. ഇനി അടുത്ത പോയിന്റ്. പുരാണങ്ങളിൽ ഒരേ കഥ തുടർച്ചയായി വിവരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് സൂത ശൗനകാദി മഹർഷിമാർ തമ്മിലുള്ള സംവാദവും പുരാണ കഥാ പുരുഷന്മാർ തമ്മിലുള്ള സംവാദവും കഥകളും ഉപകഥകളും അവയുടെ ഉപകഥകളും കലർന്നു വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പുരാണങ്ങളൊക്കെ 2 പേര് തമ്മിലുള്ള അല്ലെങ്കിൽ കുറച്ചു പേര് തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഉണ്ടായിരിക്കുന്നത് നമ്മളിവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് മാത്രമല്ല, ആ പുരാണങ്ങളിൽ ഇവരുടെ സംസാരം മാത്രമല്ല, അല്ലെങ്കിൽ എന്താണ് ഒരു കഥയെ തന്നെ നീട്ടി വലിച്ചു കൊണ്ടുപോകാൻ മാത്രമല്ല, അതിൻ്റെ കഥകള്, അതിൻ്റെ ഉപകഥകള്, അതിൻ്റെ കഥകള്, പുരാണങ്ങളിലുള്ള കഥകള്, അതിൻ്റെ ഉപകഥകള്, കൂടാതെ പുരാണ കഥാപുരുഷന്മാർ തമ്മിലുള്ള സംവാദങ്ങള്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടി അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടി ചേർത്തിട്ടുണ്ട്. അല്ലാതെ ഒരു കഥയെ അത്രത്തോളം വലിച്ചു നീട്ടുകയല്ല ചെയ്തത്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കഥകൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും വേണ്ടി സാധിക്കും. ഓക്കെ, നോക്കാം. ഇതിഹാസത്തിലേതുപോലെ പുരാണങ്ങളിൽ തുടർച്ചയായ ഒരു കേന്ദ്ര കഥാസാരവും കഥാപാത്രങ്ങളും ഉണ്ടായിരിക്കില്ല. ഇവിടെ സാധാരണ ഇതിഹാസങ്ങൾ നമുക്കറിയാം, ഇതിഹാസപരം നമുക്ക് ഒരു ക്ലാസ് നമുക്ക് പറയാം, അന്നേരം അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. ഒരു ഇതിഹാസത്തിലെ പോലെ തന്നെ ഒരു കേന്ദ്ര കഥാപാത്രത്തെയും അല്ലെങ്കിൽ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, തുടർച്ചയായി അവരുടെ കഥകൾ മാത്രം പറഞ്ഞു പോവല്ല, മറിച്ച് എന്താണോ അടുത്തൊരു പോയിന്റിലേക്ക് എത്തുന്നത് അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു കഥ പറയുന്നു. അങ്ങനെ കഥകളും ഉപകഥകളും മറ്റ് പുരാണ പുരുഷന്മാർ തമ്മിലുള്ള സംവാദവും ഇതൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് പുരാണങ്ങൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുരാണത്തെ പറ്റി നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, എന്താണ് പുരാണങ്ങൾ എന്നുള്ളത് അല്ലേ. ഇനി ഈ എത്ര തരത്തിലുള്ള പുരാണങ്ങളുണ്ട് അതുകൂടി നമുക്ക് നോക്കണ്ടേ.
പ്രധാനമായും 18 പുരാണങ്ങളാണ് നമ്മൾ പറയുക. പ്രധാനമായും 18 പുരാണങ്ങളാണ് പറയുക. ഈ 18 എണ്ണത്തിൻ്റെ പേര് നമുക്ക് പഠിച്ചു വെക്കാന്ന് വെച്ചാൽ എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. 18 പുരാണങ്ങൾ നമുക്ക് പേര് പഠിച്ചു വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ നമുക്കൊരു എളുപ്പ വഴിയിലൂടെ ആ പേരുകൾ പഠിച്ചാലോ, ഒരു 2 വരി, ആ 2 വരിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 18 പുരാണങ്ങളെ പറ്റി പഠിക്കാം. നോക്കാം ഏതാണ് ആ 2 വരി എന്നുള്ളത്. ഓക്കെ, ഇതാണ് ആ 2 വരി. ഈ 2 വരിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 18 പുരാണങ്ങളെയും പഠിക്കാൻ വേണ്ടി പറ്റും. നോക്കൂ, എവിടെ എന്താ, മദ്വയം, ഭദ്വയം ചൈവ, ബത്രയം വ ചതുഷ്ടയം, അ ന പ ലിംഗ ക കു സ്കാനി പുരാണാനി പൃഥക് പൃഥക്. ഇതാണ് ആ 2 വരി. ഈ 2 വരിയിലൂടെ എങ്ങനെയാണ് 18 പുരാണം നമുക്ക് പഠിക്കുക. നോക്കാം, അവിടെ ഭദ്വയം എന്ന് വെച്ചാൽ ഭ വെച്ച് 2 പുരാണങ്ങളുണ്ട്. ഭ വെച്ച് 2 പുരാണങ്ങളുണ്ട്. ഇനി ബ വെച്ച് ത്രയം 3 പുരാണങ്ങളുണ്ട്. ഇനി വ വെച്ച് 4 പുരാണങ്ങളുണ്ട്. അപ്പൊ എത്രയായി, 4 3 7, 7 4 11 ഇവിടെയായി. 11 അവിടെ പറഞ്ഞു. ഇനി ഇവിടെ നോക്കാം, ആ 1, ആ വെച്ചൊന്ന്, ന വെച്ചൊന്ന്, പ വെച്ചൊന്ന്, ലിം വെച്ചൊന്ന്, ഗ വെച്ചൊന്ന്, കു വെച്ചൊന്ന്, സ്ക വെച്ചൊന്ന്. അപ്പൊ നോക്കൂ, 11 12 13 14 15 16 17 18 അല്ലെ. 18 പുരാണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 വരിയിലൂടെ പഠിച്ചു. ഏതൊക്കെയാണ് പുരാണങ്ങൾ നമുക്ക് നോക്കണ്ടേ. ഏതൊക്കെയാണ്, മാ വെച്ച് 2 പുരാണം. അതാണ് ഏതൊക്കെ, മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. മാ വെച്ച് 2 പുരാണങ്ങള്, മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. ഓക്കെ, നമ്മളവിടെ പഠിച്ചു കഴിഞ്ഞു. ഭ വെച്ച് 2 പുരാണം. ഏതൊക്കെയാ, ഭ വെച്ച് പുരാണം, ഭവിഷ്യപുരാണം, ഭാഗവതം. 2 പുരാണമായി. ഇനി ബത്രയം, ബ വെച്ച് 3 ബ വെച്ച് ഏതൊക്കെയാ 3 പറയുന്നത്, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്തന പുരാണം. വ വെച്ച് 3. വ ചതുഷ്ടയം, വ വെച്ച് 4. ഏതൊക്കെയാ വ വെച്ച് 4 വായുപുരാണം, വൈഷ്ണവ പുരാണം, അല്ലെങ്കിൽ വിഷ്ണു പുരാണം എന്നും പറയാം, വരാഹപുരാണം, വാമന പുരാണം. 4ആയി. ഇനി ആ വെച്ചതാണ്, ആ വെച്ച് അഗ്നിപുരാണം. നാ വെച്ചോ നാരദീയ പുരാണം. ഇനി പാ വെച്ചിട്ടോ പത്മപുരാണം. ലിം വെച്ചിട്ടോ ലിംഗപുരാണം. ഗ വെച്ച് ഗരുഡ പുരാണം. ഇനി കു വെച്ച് കൂർമ്മ പുരാണം. ഇനി അവസാനം സ്ക വെച്ചിട്ട് സ്കന്ദ പുരാണം. ഇത്തരത്തിലാണ് അവിടെ 18 പുരാണങ്ങളും വരുന്നത്. അപ്പൊ ഈ 2 വരി നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ 18 പുരാണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വെച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഈസി ക്യാപ്സ്യൂൾ ആണ്. എന്താണ്, മദ്വയം ഭദ്വയം ചൈവ ബത്രയം വ ചതുഷ്ടയം, ആ നാപ ലിംഗ കുസ്കാനി പുരാണാനി പൃഥക് പൃഥക്. 18 പുരാണം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ 2 വരിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ശ്ലോകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുരാണങ്ങളെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. 18 പുരാണങ്ങളെ പറ്റി സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം ദേവസ്വം ബോർഡിന് നോട്ടിഫിക്കേഷൻ വന്ന സമയമാണ്. എക്സാം ഡേറ്റും നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അപേക്ഷിക്കേണ്ട തീയതിയും അടുത്ത് തന്നെയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യൂ, നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ച് അപേക്ഷിക്കൂ. അപ്പോൾ അപേക്ഷിച്ചാൽ മാത്രം പോരാ, അതിനുള്ള പ്രധാന ടോപ്പിക്കുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ സ്പെഷ്യൽ ടോപ്പിക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനെങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു വേയിൽ കൂടെ കൊണ്ടുപോകാൻ ഒരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാനും നല്ല രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സ്ട്രാറ്റജിയോടുകൂടി പഠിക്കാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഇവിടെ CCയിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ന്യൂ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നമുക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മറ്റൊരു ഏരിയയുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ അതുവരെ ബൈ.